ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അങ്ങനെ നമ്മുടെ വിഷ്ണുശാലിനിയുടെ പുതിയ ഒരു തുടക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്പലത്തിലേക്ക് നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ മണിയടിക്കാൻ വേണ്ടി മണിയുടെ അതിലേക്ക് ചാടുന്ന ആ കുട്ടിയുടെ കണ്ടുകൊണ്ടാണ് ശാലിനി നിൽക്കുന്നത്. അന്നേരം ആ കുട്ടി വീണ്ടും വീണ്ടും ചാടിയപ്പോൾ വീണ്ടും താഴേക്ക് നിലത്ത് വീഴുകയും ചെയ്തു. അന്നേരം ഓടിച്ചെന്ന് ശാലിനി പിടിച്ച് അയ്യോ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്യാമ നമ്മുടെ പപ്പിമോൾ അന്വേഷിച്ചെത്തുന്നത്. അപ്പോഴത്തേക്കും ശ്യാമ നമ്മുടെ കുഞ്ഞേച്ചിയെ കാണുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ശ്യാമ പറയുന്നുണ്ട് അയ്യോ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പറയണ കുഞ്ഞേച്ചി അത് കുഞ്ഞേച്ചിയുടെ മകളാണെന്ന്. അന്നേരം ശാലിനി ആ കുഞ്ഞിനെ ചേർത്ത് വെച്ചും തൻ്റെ നെഞ്ചോട് ചേർത്തൊക്കെ ഒരുപാട് താലോലിക്കുന്നതും മുത്തം നൽകുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ അതിനുശേഷം ആ കുട്ടിയോട് സംസാരിക്കുന്നുണ്ട്, എന്താ മോളുടെ പേരെന്ന്. അപ്പോൾ പത്മിനി എന്ന് പറയുന്നുണ്ട്, പപ്പി എന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ശ്യാമ നിന്ന് കാണുന്നുമുണ്ട്. എന്നിട്ട് ആ മോളെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചും മനസ്സിലാക്കിയും ഒക്കെ തിരക്കിയതിന് ശേഷം ശാലിനിയെ മോൾ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് ശാലിനി തന്നെ ആ മോളെ എടുത്തിട്ട് പൊക്കി കൊടുത്ത് നേരെ മണിയടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞ് പറയുന്നുണ്ട് അയ്യോ അമ്മ എന്നെ ഈ കുഞ്ഞ് കാണാതെയാണ് ശ്യാമ മറിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട് അയ്യോ അമ്മ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും, ഞാൻ പോകുന്ന ആൻറ്റി എന്നും പറഞ്ഞ് പപ്പിക്കുട്ടി ഓടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്യാമ നേരെ വന്നിട്ട് കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞേച്ചി അങ്ങനെ പറഞ്ഞ വാക്ക് പാലിച്ചല്ലേ, കളക്ടറായി അല്ലേ എന്നൊക്കെ ശ്യാമ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് വിഷ്ണുവേട്ടൻ അപ്പോൾ പറയുന്നുണ്ട് അറിയാറായിട്ടില്ല എന്ന്. അങ്ങനെ അവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ സത്യാമ്മ ശ്യാമയെ കാണാനിട്ട് അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. അന്നേരം നടന്നു വരുമ്പോൾ ശ്യാമ കാണുന്നുണ്ട് സത്യാമ്മ വരുന്നത്. പെട്ടെന്ന് ശ്യാമ പറയുന്നുണ്ട് കുഞ്ഞേച്ചി സത്യാമ്മയെന്ന്. അപ്പോൾ പെട്ടെന്ന് ശാലിനി മറയുന്നു. ആ സമയത്ത് അവിടെ വേറൊരു സ്ത്രീ ഒരു കുട്ടി തൊഴാനായിട്ട് വന്നപ്പോൾ അത് ചോദിക്കുന്നുണ്ട് ആ ശ്യാമ ഇല്ലേ, അങ്ങനെ അതിനോട് സംസാരിക്കുന്ന രീതിയിൽ സത്യാമ്മ കാണുമ്പോൾ അങ്ങനെ ശ്യാമ അങ്ങനെ വരുത്തി തീർക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം സത്യാമ്മ വന്ന് പറയുന്നുണ്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു വരുമ്പോൾ തന്നെ ശ്യാമ ഇങ്ങനെ ഒരു സങ്കടഭാവത്തിൽ നമ്മുടെ കുഞ്ഞേച്ചിയെ കണ്ട് സങ്കടം കരഞ്ഞു തീർത്തതല്ലേ, അപ്പോൾ അതിൻ്റെ സങ്കടഭാവത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സത്യാമ്മ ചോദിക്കുന്നുണ്ട് നിൻ്റെ ശാലിനി 6 വർഷമായി പോയിട്ട് ഞാൻ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ മകൻ്റെ അടുത്ത് അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ്, അല്ലാതെ അതിനപ്പുറം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവളുടെ യാതൊന്നും പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല നിൻ്റെ കുഞ്ഞേ എൻ്റെ മകനായ വിഷ്ണുവിനെ പറയുന്നതും മനസ്സിലാക്കേണ്ടതും ഒരമ്മയായ എൻ്റെ കടമയില്ല. ഞാൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിലൊരു തെറ്റും ഇതുവരെ എനിക്കൊരു തെറ്റുണ്ടായതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഞാൻ അതിനെ പറയുന്നതുമില്ല, എനിക്കൊരു തെറ്റായി തോന്നുന്നതുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അടുത്ത ശാരദാമ്മയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലെ ശാരദാമ്മയുടെ മക്കളെയോ ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ ഒരു നടപടിയും എടുത്തിട്ടില്ല. ശാരദാമ്മയോട് ഈ നാട് വിട്ടു പോകാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ എന്താണ് അങ്ങനെ നടന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ നിനക്കുണ്ടായിരുന്നത് നിൻ്റെ ശാരികേച്ചിയാണ്. ശാരികയും രാജീവ് സാറിനെ ഇങ്ങനെ ട്രാൻസ്ഫർ വാങ്ങിച്ച് അവരും പോയി കഴിഞ്ഞു. അപ്പോൾ അവരും അതിന് ഞാൻ ഉത്തരവാദിയല്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ശ്യാമയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇപ്പോൾ എന്താ സത്യാമ്മ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സത്യാമ്മ പറയുന്നു അല്ല ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല എന്നൊക്കെ സത്യാമ്മയും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാമ പറയുന്നുണ്ട് എനിക്കിപ്പോൾ അവിടുത്തെ എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിമാരും ആരും എനിക്കിപ്പം കൂടെയില്ല. പക്ഷേ ഇപ്പോൾ ആ പഴയതൊക്കെ എൻ്റെത് മാറിയില്ലേ, ഇപ്പോൾ എനിക്കുള്ളതെല്ലാം പുതിയ ആൾക്കാരല്ലേ, അച്ഛനും സത്യാമ്മയും രോഹിത്തും പിന്നെ പപ്പിക്കുട്ടിയും ഒക്കെ എനിക്കുണ്ടല്ലോ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. എന്നിട്ടത് കഴിഞ്ഞിട്ട് ശ്യാമയോട് നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട് ഇനി നമുക്ക് പോകാം, അവിടെ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണെന്ന്. അങ്ങനെ സത്യാമ്മ നടക്കുന്നതിൻ്റെ പിന്നിലായിട്ട് ശ്യാമയും നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവരന്വേഷിച്ചേക്ക് നമ്മുടെ പപ്പിക്കുട്ടി വരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പപ്പിക്കുട്ടിയും വിളിച്ച് സത്യാമ്മയും പപ്പിക്കുട്ടിയും കൂടെ കൈകോർത്ത് ഫ്രണ്ടിൽ നടക്കുന്നു. തൊട്ടുപുറകിൽ ശ്യാമയും പോകുന്നുണ്ട്. മറിഞ്ഞു നിന്ന് ശാലിനി അപ്പോഴത്തേക്കും ഇറങ്ങി വരികയാണ്. വരുമ്പോൾ നമ്മുടെ ശ്യാമ തിരിഞ്ഞ് നോക്കി ശാലിനിയെ നോക്കിയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ സത്യാമ്മയും ശ്യാമയും കൂടി സംസാരിക്കുന്നതെല്ലാം നമ്മുടെ ശാലിനി കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൂജാരി വന്നിട്ട് ഓരോ നാളികേരം എടുത്ത് വിഷ്ണുവിൻ്റെ കയ്യിലും ആ സത്യഭാമ എന്ന് പറഞ്ഞ കുട്ടിയുടെ കയ്യിലുമാണ് കൊടുക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഇത് നാളികേരം
ഉടച്ചിട്ട് വന്നോളൂ, എന്നിട്ട് നമുക്ക് പൂജ നടത്താമെന്ന്. അപ്പോൾ വിഷ്ണു ഇങ്ങനെ നാളികേരം ഉടയ്ക്കാനായിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ സത്യാമ്മക്കുട്ടി പറയുന്നുണ്ട്, എന്താ നോക്കി നിൽക്കുന്നേ, നമുക്ക് പോയി ഉടയ്ക്കാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ നാളികേരം ഉടയ്ക്കുന്ന ഭഗവാന്റെ നടയ്ക്ക് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വിഷ്ണു നാളികേരം ഉടയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞു മോളും സത്യാമ്മക്കുട്ടിയും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നാളികേരം എടുത്ത് ഉടയ്ക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ ഇതെല്ലാം വിഷ്ണുവിനൊപ്പം വരുന്നതും നാളികേരം ഉടയ്ക്കാൻ നിൽക്കുന്നതും എല്ലാം നമ്മുടെ ശാലിനി കാണുകയാണ്. അങ്ങനെ ശാലിനി നോക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും കുഞ്ഞെന്ത് ചെയ്യും, ഒരു പ്രാവശ്യം നാളികേരം എടുത്ത് ഉടയ്ക്കാനായിട്ട് എറിയുമ്പോൾ നാളികേരം പൊട്ടുന്നില്ല. അശ്ശോ, ഇതിപ്പോൾ എന്താ ചെയ്യുക, പൊട്ടിയില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ മിസ്റ്റർ, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്, ഒരു കുട്ടിയല്ലേ ഞാൻ, അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? അയ്യോ മാഡത്തിന് നിങ്ങളെ ഞാൻ സഹായിക്കേണ്ടതെന്നൊക്കെ വിഷ്ണു ചോദിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു പറയാണ്, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഞാനിനിപ്പോൾ ആ നാളികേരം എടുത്ത് തന്നാൽ അതിന് ഞാൻ ഉടച്ചാൽ അതിന് പ്രശ്നമാവില്ലേ അവിടുന്ന് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു കളിയാക്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, അങ്ങനെയൊന്നുമില്ല, ആ നാളികേരം ആദ്യം എടുത്ത് തരുമെന്ന് പറയും. അങ്ങനെ വിഷ്ണു നാളികേരം ഒരു കമ്പൗണ്ട് ഇങ്ങനെ എടുക്കുകയാണ്. എടുത്തിട്ട് വീണ്ടും കയ്യിലിങ്ങനെ വയ്ക്കും. പറയും, ഇനി എന്താ നോക്കി നിൽക്കണേ, അങ്ങ് ഉടച്ചാൽ പോരെ എന്ന് ചോദിക്കും. അയ്യോ എനിക്ക് ഉടയ്ക്കാവോ, പിന്നെ നിങ്ങളങ്ങ് ഉടച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് നാളികേരം ഇങ്ങനെ ഉടയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വിഷ്ണുവാണ് നമ്മുടെ സത്യാമ്മക്കുട്ടിയുടെയും കൂടെ നാളികേരം അവിടെ ഭഗവാന്റെ മുന്നിൽ എറിഞ്ഞുടയ്ക്കുന്നത്. അപ്പോൾ ഈ വിഷ്ണുവും നമ്മുടെ സത്യാമ്മക്കുട്ടിയും കൂടെ സംസാരിക്കുന്നത്, നാളികേരം ഉടയ്ക്കുന്നതുമായിട്ടുള്ള എല്ലാ രംഗങ്ങളും നമ്മുടെ ശാലിനി മറഞ്ഞു നിന്ന് കാണുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ വിഷ്ണു രണ്ടുപേരും കാണിക്കുന്ന ചേഷ്ടകളെല്ലാം ഇങ്ങനെ മാറി നിന്ന് ഒരു പുഞ്ചിരിയോടെയാണ് കാണുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വിഷ്ണു ശാലിനിയുടെ ഒരു ഭാഗമെന്ന് പറയുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക്